മനുഷ്യന് മണ്ണിൽ ചവിട്ടിയേ പറ്റൂ. മനുഷ്യൻ്റെ ഇലക്ട്രിസിറ്റി, അവൻ്റെ ശരീരത്തിന് ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട്. ആ ഇലക്ട്രിസിറ്റിയും ഭൂമിയുടെ ഇലക്ട്രിസിറ്റിയും തമ്മിൽ ലിങ്ക് ചെയ്യണം, എർത്ത് ചെയ്യണം. നമ്മളെ എർത്ത് ചെയ്യണം. നമുക്ക് എർത്തിങ് അറിയാം. നമ്മൾ മോട്ടർ മേടിച്ചാൽ എർത്ത് ചെയ്യും, ഫ്രിഡ്ജ് മേടിച്ചാൽ എർത്ത് ചെയ്യും. നമ്മളെ എർത്ത് ചെയ്യേണ്ടതാണെന്നുള്ള വിവരം നമ്മൾ മറന്നു പോടും. ചെരുപ്പിടാതെ മണ്ണിൽ ചവിട്ടണ്ടേ, കൈവെള്ളം തൊടണ്ടേ. ഇത് തൊടാതെ ഇതെങ്ങനെയാണ് നമ്മളുടെ ബ്രെയിനിൻ്റെ ന്യൂറോൺ ലിങ്കിങ് സാധ്യമാകുക? ആ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നോർമലാക്കി നിർത്തി. എർത്തിങ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാം ഡിസോർഡർ ആയില്ലേ? ബാക്കിയുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിന് മുഴുവൻ ദോഷമാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനും എർത്തിങ് ഇല്ലെങ്കിൽ ദോഷമായിട്ട് വരികയും ചെയ്യും. ഇപ്പം പേരക്ക കഴിക്കാൻ പറഞ്ഞ വിറ്റാമിൻ സി അതിനകത്തുണ്ട്, അതിനകത്ത് കാർബോഹൈഡ്രേറ്റും ഉണ്ട്, വയറ്റിൽ നിന്ന് പോകാൻ നല്ലതാണ്. അതായത് ഒരു പേരക്ക ഒരു കുഞ്ഞിന് കൊടുത്താൽ പിറ്റേ ദിവസം കക്കൂസി പോകുമ്പോൾ വരെ ഉണ്ടെങ്കിൽ അത് വെളിയിൽ പോയിരിക്കും. റോബോട്ടുകളെ ഉപയോഗിച്ച് കൃഷി ചെയ്യാം. കൃഷിയിലിറങ്ങി ചെളിയൊന്നും പുരട്ടണ്ട, ചെളിയിലൊന്നും ചവിട്ടണ്ട, ഒന്നും വരട്ടണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം ഗ്രീൻ ഹൗസിനകത്ത് റോബോട്ടുകൾ നിയന്ത്രിച്ച് എത്ര ക്വാണ്ടിറ്റി വേണേലും തരും. ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇത് കഴിച്ചത് കൊണ്ട് മനുഷ്യന് പുരോഗമനം ഉണ്ടാകുമോ? വികസനം വന്നു, ടെക്നോളജിക്കലി ഡെവലപ്മെൻറ്റ് വന്നു. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നല്ല മനുഷ്യനാകുമ്പോഴാണ്, ബുദ്ധി കൂടുമ്പോഴാണ്. അതായത് ഇൻ്റലക്ച്വൽ അസറ്റ് കൂടണം. അത് കൂടാത്തിടത്തോളം കാലം ഈ ഭക്ഷണം കഴിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇത് വേണമെന്നുണ്ടെങ്കിൽ അവൻ മണ്ണിലിറങ്ങിയേ പറ്റും. മണ്ണിൽ ചവിട്ടി നിന്ന് മണ്ണുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ ഇവൻ്റെ മെൻ്റൽ എവല്യൂഷൻ സംഭവിക്കൂ. ഇതൊരു യാഥാർത്ഥ്യമായിരിക്കെ അവനെ മണ്ണിലിറങ്ങാൻ മടിച്ചിട്ട് കരയ്ക്ക് കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. മണ്ണിലിറങ്ങേണ്ട ആവശ്യമില്ല, ടെക്നോളജിക്കലി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം, പിന്നെ നിങ്ങളെന്താ മണ്ണിലിറങ്ങണേ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അവിടെ. ശുദ്ധ മണ്ടത്തരം. കാരണം മനുഷ്യന് മണ്ണിൽ ചവിട്ടിയേ പറ്റൂ. മനുഷ്യൻ്റെ ഇലക്ട്രിസിറ്റി, അവൻ്റെ ശരീരത്തിന് ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട്. ആ ഇലക്ട്രിസിറ്റിയും ഭൂമിയുടെ ഇലക്ട്രിസിറ്റിയും തമ്മിൽ ലിങ്ക് ചെയ്യണം, എർത്ത് ചെയ്യണം. നമ്മളെ എർത്ത് ചെയ്യണം. നമുക്ക് എർത്തിങ് അറിയാം. നമ്മൾ മോട്ടർ മേടിച്ചാൽ എർത്ത് ചെയ്യും, ഫ്രിഡ്ജ് മേടിച്ചാൽ എർത്ത് ചെയ്യും. നമ്മളെ എർത്ത് ചെയ്യേണ്ടതാണെന്നുള്ള വിവരം നമ്മൾ മറന്നു പോടും. ചെരുപ്പിടാതെ മണ്ണിൽ ചവിട്ടണ്ടേ, കൈവെള്ളം തൊടണ്ടേ. ഇത് തൊടാതെ ഇതെങ്ങനെയാണ് നമ്മളുടെ ബ്രെയിനിൻ്റെ ന്യൂറോൺ ലിങ്കിങ് സാധ്യമാകുക? ആ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നോർമലാക്കി നിർത്തി. എർത്തിങ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാം ഡിസോർഡർ ആയില്ലേ? ബാക്കിയുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിന് മുഴുവൻ ദോഷമാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനും എർത്തിങ് ഇല്ലെങ്കിൽ ദോഷമായിട്ട് വരികയും ചെയ്യും. അപ്പം മണ്ണിലിറങ്ങിയേ പറ്റൂ, ചെടി നട്ടേ പറ്റൂ, കൈകൊണ്ട് ചെയ്ത് നട്ടേ പറ്റൂ. ഇതല്ലാതെ മനുഷ്യന് വേറെ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല. കാരണം അവൻ്റെ വന്ന വഴി അതാണ്. അവൻ കാട്ടിൽ നിന്ന് ഇറങ്ങി മണ്ണിലിറങ്ങി നല്ല മണ്ണ് കണ്ടെത്തി അവിടെ കലം മെനഞ്ഞു, ഇഷ്ടിക ഉണ്ടാക്കി, ജീവനുള്ള ചെടിയെടുത്തു, ജീവനുള്ള മണ്ണിൽ നട്ടാണ് ഇവൻ്റെ മെൻ്റൽ എവല്യൂഷൻ സംഭവിച്ചത്. കാരണം ഇപ്പം ഒരു കലം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവൻ മുമ്പ് കലം കണ്ടിട്ടേയില്ല. ജീവിതത്തിൽ ഇന്നേ വരെ കലം കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന് കലം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ കലത്തിൻ്റെ രൂപം തലയിൽ തെളിയേണ്ടതല്ലേ? തലയിൽ വന്ന ആ രൂപത്തെ അവൻ കൈകൊണ്ട് മെനഞ്ഞെടുത്ത് സൃഷ്ടി നടത്തുമ്പോൾ ഉണ്ടാകുന്ന മെൻ്റൽ എവല്യൂഷനുണ്ട്. അവ ചട്ടിക്കലം ഉണ്ടാക്കണ്ടേ? ഇപ്പം നമ്മൾ ആലപ്പുഴ ജില്ലക്കാർ പറയുകയാണെങ്കിൽ കയറ് വിരിക്കുന്നു. ഒരമ്മ ഇരുന്ന് കയറ് വിരിക്കുന്നു. ശരിക്കും ഈ അമ്മ ചകിരിയാണ് ഇപ്പുറത്തുനിന്ന് വന്നത്, പുറത്തുകൂടി വന്നത് കയറാണ്, നല്ല മണിമണി പോലെയുള്ള കയറാണ്. എത്ര ആയിരം മസിലുകൾ ഫങ്ഷൻ ചെയ്യണമെന്നറിയാമോ? കൈയുടെ ഒരു നാച്ചുറൽ ഫൈബറിൽ ആയിരക്കണക്കിന് മസിലുകൾ ഫങ്ഷൻ ചെയ്താലേ ഇതൊരു പ്രൊഡക്റ്റ് ചെയ്തൊരു സാധനം പുറത്ത് വരുള്ളൂ. അപ്പോഴുണ്ടാകുന്ന ഒരു മെൻ്റൽ ഡെവലപ്മെൻ്റ് ഇല്ലേ? നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളുടെ ഗുണം അതാണ്. പരമ്പരാഗത വ്യവസായം മുഴുവൻ മെഷീനെ ഏൽപ്പിച്ചും ശരിയാണ്, പ്രൊഡക്ഷൻ നടന്നു, പക്ഷേ പ്രോഗ്രസ് നടക്കില്ല. നമ്മൾ വിചാരിക്കും
ചകിരി തല്ലി പിരിച്ചതുകൊണ്ട് നമ്മൾ മോശക്കാരായി പോയി എന്നാണ് ധരിച്ചു വച്ചിരുന്നത്. എന്നാൽ നേരെ തിരിച്ചാ, നമ്മളെ പുറകോട്ടടിക്കും ആ ചകിരി പിരിക്കാതിരുന്നാൽ കയറ് ഈ തുണി നെയ്ത്തുകാർ ഇഴ പിടിച്ചിടുന്ന ജക്കാർഡ് ഡിസൈനൊക്കെ പിടിച്ചിടുന്ന കണ്ടാൽ അവരുടെ തലയിൽ ഫീഡ് ചെയ്തിരിക്കുകയാണ് ആ ഡിസൈൻ. നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു 6 വർഷമായിട്ട് ട്രെയിനിങ് കൊടുത്താലും ചെയ്യാൻ പറ്റത്തില്ല. 6 വർഷം ട്രെയിനിങ് കൊടുത്താലും അത് ചെയ്യാൻ പറ്റില്ല. അതേസമയം അവൻ്റെ ആ പാറ്റേൺ ഒരു പടം വന്ന് നെയ്യാണ്, അത് പെറുക്കിയിട്ട് അവൻ ചുമ്മാ നെയ്യും. നമ്മൾ നോക്കുമ്പോൾ അവൻ ചുമ്മാ നെയ്യാണ്. ഇത് എത്ര 1000 വർഷം കൊണ്ട് നേടിയെടുത്ത ഒരു ഡെവലപ്മെൻ്റ് ആണെന്നറിയാമോ? ആ ഒരു പ്രോഗ്രസ്. അതാണ് നമ്മൾ ട്രഡീഷണൽ ഇൻഡസ്ട്രി നശിപ്പിച്ചാൽ വരാൻ പോകുന്നത്. കൃഷി ഇല്ലാണ്ടായാൽ വരാൻ പോകുന്നത്. പരമ്പരാഗത വ്യവസായങ്ങളില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ, കൃഷി ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഇല്ലാതാകുന്നത് മനുഷ്യ പുരോഗമനമാണ്. ഇത് മനസ്സിലാക്കാതെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വേണ്ടെന്നല്ല, നമുക്ക് കൂടുതൽ ഓവർ പ്രൊഡക്ഷൻ വേണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിക്കണം. പക്ഷേ ഇത് ജീവിതത്തിൻ്റെ പാർട്ടാണ്. അതാണ് ഇതൊക്കെ സംസ്കാരമാണെന്ന് പറയാൻ കാരണം. അതാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അത് ചെയ്യണ്ടേ, അത് എടുത്ത് കളയരുത്. ഞാൻ ഇന്നും കാനഡയിൽ നിന്നൊരാൾ വന്ന് നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ കയറ്, കൈത്തറി, കരകൗശലം, കൃഷി, ഇത് 4ഉം ലോകം മുഴുവൻ ആ പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത്. മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവരെല്ലാം ഇതുമാതിരി ചിന്തിക്കുന്ന മലയാളികൾ മുഴുവൻ അവരെവിടെയാണോ ലോകത്തെവിടെ ചെന്നിരിക്കണം അവിടുത്തെ അംബാസഡർ ആയിക്കോണം. എന്നിട്ട് നമ്മുടെ ഈ 4 കരകൗശലം, ബെസ്റ്റ് കരകൗശലം, അതൊക്കെയാണ് കളഞ്ഞിട്ടിരിക്കുന്നത്. പണ്ട് കൈ കൊണ്ടായിരുന്നു ആന ഉണ്ടാക്കണേ. എളുപ്പത്തിന് വേണ്ടിയിട്ട് മെഷീനിലെ ആനയുടെ ഷേപ്പ് ഒന്ന് കടഞ്ഞു കൊടുത്തിട്ട് വെറുതെ മിനുക്ക് പണി മാത്രമേ ഇവൻ ചെയ്യണേ. വല്ല പ്രയോജനം ഉണ്ടാവും? ഇവൻ്റെ ആനയുടെ ഷേപ്പ് ഇവൻ്റെ തലയിൽ വരണ്ടേ? ഒരാനയെ പോലെ വേറൊരു ആന ഉണ്ടാവില്ല. മറ്റത് ഇതിപ്പോൾ എല്ലാ ആനയും ഒരുപോലെ ഇരിക്കും. തകർത്ത് കളയുന്നത് നമ്മളുടെ ഒരു മെൻ്റൽ എവല്യൂഷനെ ആണെന്ന് മനസ്സിലാക്കി പരമ്പരാഗത വ്യവസായങ്ങൾ റീഇനിഷ്യേറ്റ് ചെയ്യണം. ഇനി സ്കൂളുകളിൽ ചകിരി പിരിപ്പിക്കണം. എങ്ങനെയാണ് ഒരു ചകിരി അലിച്ചു വെച്ചാൽ ഒരു ഇഴ വരുമ്പോൾ അത് പിരിക്കുമ്പോൾ അതൊരു ഇഴയായിട്ട് തന്നെ വരണമെന്ന് ഒരു സയൻസ് ഉണ്ട് അതിൻ്റെ പിന്നിൽ, വലിയൊരു സയൻസ് ഉണ്ട്. അത് ഇഴയായിട്ട് തന്നെ വന്നിട്ടിരിക്കും. അത് കൈകൊണ്ട് തിരുമുമ്പോൾ വെറുതെ ഇരുന്ന് തിരുമിയാൽ മതി, പുറത്ത് കയറ് പ്രൊഡക്ഷൻ ചെയ്ത് വരുന്നു. ഇത് വലിയൊരു ശാസ്ത്രമല്ലേ ഇത്? അതിനെയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മെഷീനിൽ കയറ് പിരിക്കാം, ചകിരി ഇട്ട് കൊടുത്താൽ മതി. ശരിയാണ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നടക്കും. പക്ഷേ ആ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് മനുഷ്യന് പുരോഗമനം ഉണ്ടാവില്ല. മനുഷ്യൻ പുരോഗമിക്കാതെ നമ്മുടെ വികസനം നടന്നുകൊണ്ട് ഒരു കാര്യമില്ലതാണ്. നമുക്കിപ്പോൾ വലിയ പ്ലെയിനിൻ്റെ സ്പീഡിൽ പോണ ട്രെയിൻ ഉണ്ടായതുകൊണ്ടോ, പ്ലെയിനിൻ്റെ സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡുണ്ടായതുകൊണ്ടോ, കാറുണ്ടായതുകൊണ്ടോ ഒരു പ്രയോജനമില്ല. എല്ലാ മനുഷ്യരും ഒരു തലമുറ കഴിയും തോറും പ്രശ്നം സങ്കീർണമാകുന്നുണ്ട് എങ്കിൽ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ കുറയുന്നോ കൂടുന്നു? പ്രശ്നങ്ങൾ കൂടുന്നു. ആഹാര മേഖലയിൽ കൂടുന്നു, ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നാം നാളിതുവരെ കയ്യിലെടുത്ത ശാസ്ത്രം ഒന്നുകിൽ അത് ശാസ്ത്രമല്ല, അല്ലേ ആ ശാസ്ത്രത്തിന് എന്തോ പെശകുണ്ട്. ഇതല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ശാസ്ത്രീയമാണ് എങ്കിൽ പ്രശ്നങ്ങൾ ഒഴിയല്ലേ വേണ്ടത്? പ്രശ്നങ്ങൾ ഒഴിയാണ് വേണ്ടത്. ശാസ്ത്രീയമാണ് എങ്കിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊഴിഞ്ഞ് കൂടുതൽ ബെറ്ററായിട്ട് പോകേണ്ടതിന് പകരം നേരെ റിവേഴ്സാണ് പോയതെങ്കിൽ നമ്മളത് ചെയ്യണം. ഞാൻ ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ആധുനിക കൃഷി രീതിയാണ് ആദ്യം തുടർന്നത്. രാസവളവും കീടനാശിനിയും കളനാശിനിയും ഉറുമ്പുപൊടിയും സകല ഇട്ടിട്ടാണ് ചെയ്തത്. പക്ഷേ എൻ്റെ 82 തെങ്ങിനും രോഗം വന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ ആ ശാസ്ത്രത്തെ വിശ്വസിക്കില്ല. ശാസ്ത്രത്തിൽ എനിക്ക് സംശയം ജനിച്ചു. ആധുനിക കൃഷിശാസ്ത്രത്തിൽ എനിക്ക് സംശയം ജനിച്ചു. സംശയമുണ്ടാവണം ആദ്യം. സംശയമുണ്ടായാലേ അന്വേഷണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വേറെ വഴി അന്വേഷിച്ചു. അതെന്താ ഇതിനൊരു സംശയം വേണം? ആധുനിക ചികിത്സാ ശാസ്ത്രത്തിൽ നമുക്ക് സംശയം ജനിക്കണം. കാരണം അങ്ങോട്ട് കൊണ്ടുപോകണം, നടന്നു പോകണവൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇപ്പോൾ വന്ന കണ്ടില്ലേ,
നട്ടലോ 6 മാസം കിടപ്പ് കിടന്നു പോയി ആ സ്ത്രീ. അവരുടെ ഏതാണ്ട് ഭാഗ്യം കൊണ്ടാണ് അവർക്കിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയത്. എങ്ങനെയോ അത് ലിങ്ക്, ശരീരം തന്നെ എങ്ങനെയോ അത് ലിങ്ക് ചെയ്തു, അതുകൊണ്ട് രക്ഷപ്പെട്ടതല്ലേ. ആധുനിക ചികിത്സാശാസ്ത്രത്തിൽ സംശയം ജനിക്കണം എങ്കിലേ വേറൊരു പുതിയതിനെ പറ്റി അന്വേഷിക്കൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ശാസ്ത്രശാഖകളുണ്ട്, ചികിത്സാശാസ്ത്രമുണ്ട്. ഇപ്പോൾ സിദ്ധയുണ്ട്, ഹോമിയുണ്ട്, ആയുർവേദമുണ്ട്, യുനാനിയുണ്ട്, ഒരുപാട് ചികിത്സാശാസ്ത്രങ്ങളുണ്ട്. പക്ഷേ ഈ ചികിത്സാശാസ്ത്രങ്ങൾ മുഴുവൻ ഇത്രമാത്രം കൺവീനിയൻ്റായിട്ട് എല്ലാവിധം ഉണ്ടായിട്ടും ഒരു വീടെങ്കിലും കേരളത്തിൽ രോഗമില്ലാത്തവരുടേതായിട്ടുണ്ടോ? ഒരു വീട്. സകല വീടുകളിലും രോഗികളായില്ലേ? ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും രോഗികളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുമല്ല, ഒരു രോഗിയിൽ തന്നെ 15 രോഗമായിട്ട് വരുന്നു. എന്തൊരു സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ നിലവിലുള്ളതിലെല്ലാം സംശയം വരികയും പുതിയത് ഉണ്ടാക്കിയെടുക്കാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിലവിലുള്ളൊരു ചികിത്സാശാസ്ത്രം ഉണ്ടാക്കിയെടുക്കുന്നതിന് എന്താ പേടിക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കിയത് രോഗത്തെപ്പറ്റി പഠിക്കരുത് എന്നാണ്. രോഗത്തെപ്പറ്റി പഠിക്കരുത്, പഠിപ്പിക്കരുത്, പറയരുത്. രോഗത്തെപ്പറ്റി പറയുകയും ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ രോഗങ്ങൾ 10,000 കണക്കിനാണ്, 1000 രോഗങ്ങളല്ലേ. ഇത് പഠിച്ചാലും തീരില്ല. എന്നാൽ ആരോഗ്യം ഒന്നേ ഉള്ളൂ. പഠിക്കാൻ എളുപ്പമാണ്, എല്ലാവർക്കും പഠിക്കാനും പറ്റും. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ നിലനിർത്തണം എന്നുള്ളത് പഠിച്ചാൽ പോരെ. എല്ലാവർക്കും പഠിക്കാം, സ്കൂളിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ അനാട്ടമി പഠിക്കേണ്ട, ഫിസിയോളജിയും പഠിക്കേണ്ട, ഒരു സാധനവും പഠിക്കേണ്ട. തലകുത്തി നിന്ന് പഠിച്ചാലല്ലേ അനാട്ടമിയും ഫിസിയോളജിയും മനുഷ്യനൊന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു നല്ല മാർക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. ആരോഗ്യത്തെപ്പറ്റി മാത്രം സംസാരിക്കുക, ആരോഗ്യത്തെപ്പറ്റി മാത്രം പഠിപ്പിക്കുക. രോഗത്തെപ്പറ്റി പഠിച്ചാൽ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഉള്ളത് പഠിച്ചാൽ തീരില്ല, പുതിയത് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ പിന്നാലെ പോകണത് മണ്ടത്തിലല്ലേ. ആരോഗ്യം ഒന്നേ ഉള്ളൂ. ആരോഗ്യം വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ശരീരത്തിന് മാലിന്യം ഉണ്ടാവരുത്. ശരീരത്തിന് വേണ്ട എലമെൻറ്റ്സ് മുഴുവൻ എത്തിക്കാൻ പഠിക്കണം. ശരീരത്തിന് എന്തെല്ലാം വേണം, ഏതെല്ലാം ട്രേസ് എലമെൻറ്റ് വേണം, ഏതെല്ലാം ന്യൂട്രിയൻസ് വേണം, ഏതെല്ലാം പോഷണങ്ങൾ വേണം, അതെത്തിക്കാൻ പഠിക്കണം. മാലിന്യം ശരീരത്തിനകത്ത് ഉണ്ടാവരുത്. പിന്നെ നമുക്ക് കൂടുതൽ പ്രതിരോധ ശക്തി ഉണ്ടാകാൻ എന്താ വേണ്ടത്? ഇത് വേണ്ടേ? പ്രതിരോധ ശക്തിയുടെ കാര്യം പറയുമ്പോഴത്തേക്കാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ തെർമോസ്റ്റാറ്റ് സംവിധാനം കുറ്റമറ്റതായില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റം, ശക്തമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു തെർമോസ്റ്റാറ്റ് സംവിധാനം ശരീരത്തിനുണ്ട്. ആ തെർമോസ്റ്റാറ്റ് സംവിധാനം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ എയറിൽ വളർന്ന സസ്യങ്ങളിലെ ഭക്ഷണം കഴിച്ചാൽ പറ്റുള്ളൂ. ഗ്രീൻ ഹൗസിനകത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തെർമോസ്റ്റാറ്റ് കിട്ടില്ല. കാരണം അവിടെ കൃത്രിമമായിട്ട് കാലാവസ്ഥ നിയന്ത്രിച്ച് വച്ചിരിക്കുകയാണ്. അതേസമയം ഓപ്പൺ എയറിൽ വളരുന്ന ഇച്ചിരി വെയിൽ വന്നു, അതിനെ പ്രതിരോധിക്കാൻ സസ്യം നേടിയെടുക്കുന്ന ഒരു കഴിവുണ്ട്. ഒരു മഴ വന്നു, അതിനെ സസ്യം നേരിടും. മഞ്ഞ് വന്നു, അതിനെ ശരീരം നേരിടും. സസ്യത്തിന് അഡാപ്റ്റബിലിറ്റി കൂടുതലാണ്. അപ്പോൾ സസ്യം നേടിയെടുത്ത ആ പ്രതിരോധ സംവിധാനമാണ് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ട്രിഗർ ചെയ്യേണ്ടത്. ഇപ്പോൾ പേരക്ക കഴിക്കാൻ പറഞ്ഞു വിറ്റാമിൻ സി അതിനകത്തുണ്ട്, അതിനകത്ത് കാർബോഹൈഡ്രേറ്റും ഉണ്ട്, വയറ്റിൽ നിന്ന് പോകാൻ നല്ലതാണ്. അതായത് ഒരു പേരക്ക ഒരു കുഞ്ഞിന് കൊടുത്താൽ പിറ്റേ ദിവസം കക്കൂസി പോകുമ്പോൾ വരെ ഉണ്ടെങ്കിൽ അത് വെളിയിൽ പോയിരിക്കും. അതായത് ഒരു വേണ്ടാത്ത ഒരു സാധനത്തിന് ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു ഫ്രൂട്ടാണ് പേരക്ക. സുലഭമായിട്ട് സകലയിടത്തും ഉള്ളതല്ലേ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. വിറ്റാമിൻ സി ഉണ്ട്. പേരക്ക മധുരമാണ്. പേരക്കയേക്കാളും കൂടുതൽ വിറ്റാമിൻ സി ഉള്ളത് നെല്ലിക്കയിലാണ്. പക്ഷേ അത് ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അളവ് കൂടുതൽ നെല്ലിക്കയിലാണ്. നെല്ലിക്കയ്ക്ക് ചവർപ്പും കയ്പും മധുരവുമാണ്. നാരങ്ങയിലും വിറ്റാമിൻ സി ഉണ്ട്, അതിന് പുളിയാണ്. ഇതിൽ ഏതായിരിക്കും അപ്രോപ്രിയേറ്റ് എന്നാണ് ഞങ്ങൾ നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ അപ്രോപ്രിയേറ്റ്, ക്വാണ്ടിറ്റി അല്ല നോക്കണേ, അപ്രോപ്രിയേറ്റ് ഏതായിരിക്കും? പേരക്കയാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന് പറയുന്നത് മധുരജീവിയാണ്. അവൻ്റെ രസമെന്ന് പറയുന്നത് മധുരമാണ്. അപ്പോൾ ആ മധുരമുള്ള പേരക്കായിലുള്ളത് മധുരമുള്ള വിറ്റാമിൻ സി ആണ്. ഇവിടെയാണ് നമ്മൾ എടുക്കുന്ന ഇമ്പോർട്ടൻസ് എടുക്കുന്നത്. നമ്മൾ ലാബിൽ പരിശോധിച്ചിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കുക.
മനുഷ്യ ശരീരം എന്ന് പറയുന്ന ലാബറട്ടറി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊരു വലിയ ലാബറട്ടറി അല്ലേ? അതിന് മധുരത്തിലാണ് ഇഷ്ടം. മധുരത്തിൽ വിറ്റാമിൻ സി ഉണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെ വരേണ്ടി വരും. ഇപ്പോൾ അവക്കാഡോ ഫാറ്റാണ്. ചിലർക്ക് ചില അവക്കാഡോ പറ്റില്ല. എന്നാൽ അവക്കാഡോയിൽ തന്നെ ഡൈവേഴ്സിറ്റി പ്രകൃതി കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയോ ഡൈവേഴ്സ് ഉണ്ട്. നല്ല സ്വാദുള്ള അവക്കാഡോയും ഉണ്ട്. വെച്ച് പിടിപ്പിക്കേണ്ട ജോലി നമ്മുടേതല്ലേ? സ്വാദുള്ള അവക്കാഡോ അവിടെ ഉണ്ട്. നമുക്ക് കൈ കിട്ടിയ ഗുരുവിട്ട് കളിപ്പിച്ചു അത് തിന്നാൻ കൊള്ളില്ലെന്ന് പറയണത് തെറ്റല്ലേ? സ്വാദുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ചേരിയ മധുരമുള്ള അവക്കാഡോ ഫാറ്റ് നമ്മുടെ ഇവിടെ പ്രകൃതി തന്നിട്ടുണ്ട്. അത് തെരഞ്ഞു പിടിച്ചെടുത്ത് നട്ട് കൃഷിയാക്കി വെക്കേണ്ട ജോലി നമ്മുടേതാണ്, മനുഷ്യൻ്റെതാണ്. മനുഷ്യൻ്റെ സ്വധർമ്മം എന്ന് പറയുന്നത് സീഡ് ഡിസ്ട്രിബ്യൂഷനാണ്. കളക്ടറാകാനും എഞ്ചിനീയറാകാനും ഡോക്ടറാകാനും അല്ല. അവന് വേണ്ട അന്നത്തിന് ഉതകുന്ന സീഡ് അവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. കാക്ക ചെയ്യുന്നത് പോലെ, കാറ്റ് ചെയ്യുന്നത് പോലെ, ജലം ചെയ്യുന്നത് പോലെ നമുക്ക് വേണ്ട സാധനത്തിൻ്റെ സീഡ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? അതിൽ കാക്ക ചെയ്യണ പോലെ ചെയ്യാനല്ല, നമ്മൾ കാറ്റ് ചെയ്യണ പോലെ ചെയ്യാനുമല്ല. പ്രകൃതി ആശിക്കുന്നിടത്ത് വേണ്ടിടത്ത് വേണ്ട വിത്ത് വേണ്ടത്ര ഇടാൻ അതിനുള്ള ബുദ്ധിയും കൂടി തന്നിട്ടുണ്ട്, തലച്ചോറും കൂടി തന്നിട്ടുണ്ട് നമുക്ക്. അത് തിരഞ്ഞെടുക്കേണ്ട ജോലി, ശരി തിരഞ്ഞെടുക്കേണ്ട ജോലി മനുഷ്യൻ്റെതാണ്, പ്രകൃതിയുടേതല്ല. പ്രകൃതി ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും പ്രകൃതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഈ ജീവി വരുമ്പോൾ ഈ ജീവി രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്നു. ഭൂമിയുടെ ഹൊറിസോണ്ടൽ സിസ്റ്റത്തിൽ നിന്ന് മാറി വെർട്ടിക്കലായിട്ട് അവൻ നിന്നു. അവൻ സ്വതന്ത്രനാണ്. അവൻ സ്വതന്ത്രമായി ചിന്തിച്ച് വേണ്ടത് കണ്ടുപിടിച്ച് തിരഞ്ഞെടുത്ത് ചെയ്തോണം. പരിപൂർണമായ ഉത്തരവാദിത്വം പ്രകൃതി ഈ ജീവിക്ക് പ്രകൃതി തന്നിരിക്കുകയാണ്. നീ ശരി ചെയ്താൽ നിനക്ക് അതിൻ്റേതായ ഗുണം കിട്ടും, തെറ്റ് ചെയ്താൽ അതിൻ്റെ അനുഭവിച്ചോണം. പ്രകൃതിക്ക് അതിനകത്ത് യാതൊരുവിധ പങ്കുമില്ല, നേരിട്ട് ഇടപെടലൊന്നുമില്ല. ശരി ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളുടേതാണ്. അപ്പോൾ അത് നമ്മളുടെ സ്വധർമ്മങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചെയ്തു പോകേണ്ടതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് മോഡേൺ സയൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് അപകടം.